നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നവരാത്രിക്ക് ഇന്ന് തുടക്കം കുറിച്ചു. ആദ്യ ദിനത്തിൽ തന്നെ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ദുർഗാരൂപം ഏതാണെന്ന് പലർക്കും അറിയില്ല. സനാതന ധർമ്മത്തിൽ നവരാത്രിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ 9 ദിവസങ്ങളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത രൂപങ്ങളാണ് ആരാധിക്കപ്പെടുന്നത്. നവരാത്രിയുടെ ആദ്യ ദിവസം ശൈലപുത്രിയെ ആരാധിക്കേണ്ട ഭാവങ്ങളുണ്ട്. ശൈലപുത്രി ദേവിയെ പാർവതി ദേവിയുടെ രൂപമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ദിവസം ശൈലപുത്രിയെ ആരാധിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ഭക്തർക്ക് ആഗ്രഹിച്ച ഫലം ലഭിക്കുകയും എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യും. ശനിദോഷത്തെയും ചാന്ദ്രദോഷത്തെയും ഇല്ലാതാക്കുന്നതിന് ദേവിയെ ആരാധിക്കാവുന്നതാണ്. ഐതിഹ്യമനുസരിച്ച് ഹിമവാന്റെ മകളാണ് ശൈലപുത്രി. ദേവിയുടെ വലത് കൈയിൽ ത്രിശൂലവും ഇടത് കൈയിൽ താമരയുമുണ്ട്. ചന്ദ്രനെയാണ് നെറ്റിയിൽ അലങ്കരിച്ചിരിക്കുന്നത്. ജ്യോതിഷപ്രകാരം ഈ ദിവസം ശൈലപുത്രിയെ ആരാധിക്കുന്നത് ചന്ദ്രദോഷത്തിൽ നിന്ന് മോചനം നൽകുന്നുണ്ട്. ആദ്യ ദിനത്തിൽ ശൈലപുത്രി ദേവിയെ ആരാധിക്കുമ്പോൾ വെളുത്ത വസ്തുക്കൾ ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വെളുത്ത കാര്യങ്ങൾ ശൈലപുത്രിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതിനാൽ നവരാത്രിയുടെ ആദ്യ ദിവസം വെളുത്ത വസ്ത്രങ്ങളും വെളുത്ത പൂക്കളും ദേവിക്ക് സമർപ്പിക്കണം. കൂടാതെ വെള്ള നിറത്തിലുള്ള മധുര പലഹാരങ്ങളും നൽകണം. ഈ ദിവസം ശൈലപുത്രിയെ ആരാധിക്കുന്നത് ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും പ്രത്യേക ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ശൈലപുത്രിയെ ആരാധിക്കുമ്പോൾ പശുവിൻ്റെ നെയ്യ് ദേവിയുടെ കാൽക്കൽ സമർപ്പിക്കുന്നത് ശുഭസൂചകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ ശൈലപുത്രി ദേവി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹം നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കാൻ ഇത്തരം സമർപ്പണങ്ങൾക്കൊപ്പം ഈ മന്ത്രങ്ങൾ കൂടി ജപിക്കുന്നതും ശ്രദ്ധിക്കണം. മന്ത്രം: വന്ദേ വങ്കിത്ലാഭായി ചന്ദ്രധാകൃതിശേഖരം വൃഷാരൂഢൻ ശൂൽധര ശൈലപുത്രീം യശസ്വിനീം. ദേവി പുരാണമനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദേവിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ ദക്ഷ രാജാവ് തൻ്റെ വീട്ടിൽ ഒരു വലിയ യാഗം സംഘടിപ്പിച്ചു. ഈ യജ്ഞത്തിൽ അദ്ദേഹം എല്ലാ ദേവന്മാരെയും മുനിമാരെയും ക്ഷണിച്ചു. പക്ഷേ തൻ്റെ മകളായ സതിയുടെ ഭർത്താവായ ഭഗവാൻ പരമശിവനെ മാത്രം ക്ഷണിച്ചില്ല. എന്നാൽ ക്ഷണിക്കപ്പെടാതെ തന്നെ സതീദേവി യജ്ഞത്തിന് പോകാൻ ഇറങ്ങി. സതിയുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ യാഗത്തിലേക്ക് പോകാൻ അനുമതി നൽകി. യാഗത്തിലെത്തിയപ്പോൾ ദക്ഷരാജാവ് സതീദേവിയെ അപമാനിക്കുകയും തൻ്റെ പുരുഷനായ ഭഗവാൻ ശിവനെ അപമാനിക്കുകയും ചെയ്തു. ഭർത്താവിനെക്കുറിച്ചുള്ള ഈ അപമാനം കണ്ട് സതീദേവി യാഗാഗ്നിയിലേക്ക് ചാടി ആത്മാഹുതി ചെയ്തു. ഇതറിഞ്ഞ് കോപാകുലനായ ശിവൻ ദക്ഷനെ വധിക്കുകയും ചെയ്തു. എന്നാൽ സതീദേവിയുടെ അടുത്ത ജന്മം എന്ന് പറയുന്നത് പിന്നീട് ഹിമാലയപുത്രിയായ ശൈലപുത്രിയായി ജന്മമെടുത്തു. പാർവതി ദേവിയുടെ അവതാരമായ ശൈലപുത്രി ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും കൂട്ടായ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. പ്രകൃതിയുടെയും വിശുദ്ധിയുടെയും സവിശേഷതകളാണ് ഇതിൽ പ്രതീകമാവുന്നത്.